മലപ്പുറം ചട്ടിപ്പറമ്പിൽ അക്യുപഞ്ചർ ചികിത്സയിലൂടെ പ്രസവ ശുശ്രൂഷ നടത്തിയ യുവതി മരിച്ച സംഭവത്തിൽ പരാതിയുമായി വീട്ടുകാർ. പെരുമ്പാവൂർ പോലീസിലാണ് പരാതി നൽകിയത്. 5ാമത്തെ പ്രസവത്തിലാണ് പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശിനി അസ്മ മരിച്ചത്. മലപ്പുറം ചട്ടിപ്പറമ്പിലെ വീട്ടിലായിരുന്നു പ്രസവം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, എന്താണ് ഈ പരാതി, അതിന്റെ വിശദാംശങ്ങൾ? സജിത്ത്, മലപ്പുറത്ത് ചട്ടിപ്പറമ്പിലുള്ള ഭർത്താവിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ അസ്മ എന്ന് പറയുന്ന യുവതി പ്രസവിക്കുന്നത്. അത് 5ാമത്തെ കുട്ടിയാണ് ഈ പ്രസവം. 5ാമത്തെ പ്രസവമാണിത്. ഇതിൽ അക്യുപഞ്ചർ ചികിത്സയിലൂടെ പെൺകുട്ടിക്ക് പ്രസവ ശുശ്രൂഷ നൽകാനുള്ള ശ്രമമുണ്ടായ ഇതിനിടെ രക്തം വാർന്ന യുവതി മരിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ തുടർന്ന് ഈ യുവതിയുടെ ഭർത്താവ് ഈ പെൺകുട്ടിയുടെ മൃതദേഹവും കുഞ്ഞിനെയും കൊണ്ട് ആംബുലൻസിൽ നേരെ പെരുമ്പാവൂരുള്ള അറക്കപ്പടിയിലുള്ള പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. അവിടെ കുട്ടിയെയും മൃതദേഹവും ഏൽപ്പിച്ചിട്ട് ഇയാൾ പോവുകയായിരുന്നു. മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള ആംബുലൻസിലാണ് മൃതദേഹം എത്തിച്ചത്. രക്തസ്രാവത്തെ തുടർന്നാണ് പെൺകുട്ടി മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ തുടർന്ന് വീട്ടുകാർക്ക് സംശയമുണ്ട് ഏത് തരത്തിലാണ് ഈ പെൺകുട്ടി മരിച്ചത്, പെൺകുട്ടിക്ക് ആവശ്യമായ സമയത്ത് ചികിത്സ ലഭിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഇവർക്ക് വീട്ടുകാർക്ക് സംശയമുണ്ടായതിനെ തുടർന്നാണ് വീട്ടുകാർ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതേ തുടർന്ന് പെരുമ്പാവൂർ പോലീസ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കുഞ്ഞിന് ചികിത്സ നൽകിയും വരുന്നുണ്ട്. തുടർന്ന് എന്തായാലും ഈ ഭർത്താവിനെ പ്രതി ചേർത്ത് പോലീസ് കേസന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഈ മലപ്പുറം പോലീസിന് കൈമാറുമെന്നാണ് പെരുമ്പാവൂർ പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. സജിത്ത്, ഈ ആരോപണ വിധേയനായ വ്യക്തിയുടെ വിശദീകരണമോ അങ്ങനെ എന്തെങ്കിലും ലഭ്യമാവുന്നുണ്ടോ? കാരണം അക്യുപഞ്ചർ ചികിത്സയിലൂടെ പ്രസവ നടത്താൻ ശ്രമിക്കുന്നത് അതൊക്കെ ആരോഗ്യവകുപ്പ് അംഗീകരിക്കുന്ന ചികിത്സാ രീതി അല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും വിശദീകരണം ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, അയാളുടെ വിശദീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. സിറാജുദ്ദീൻ എന്നാണ് ഇയാളുടെ പേര്. മാത്രമല്ല, ഈ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ വിഭാഗം അംഗീകരിച്ചിട്ടുള്ള ചികിത്സാ രീതിയാണോ അക്യുപഞ്ചർ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നേരത്തെ പക്ഷേ ഇത് വേറൊരു മാനം കൂടിയുള്ളത്, ഈ മുസ്ലിം പെൺകുട്ടികൾ അവരവരുടെ, അതായത് മറ്റ് വിഭാഗത്തിലുള്ള ഡോക്ടർമാരെ ചികിത്സയ്ക്ക് പോലും ശരീരം കാണിക്കാൻ പാടില്ല എന്നുള്ള മതപരമായിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ ഇവരുടെ മതപണ്ഡിതന്മാരൊക്കെ നേരത്തെ സംസാരിച്ചതും വിവാദമായിട്ടുണ്ട്. കാരണം മുസ്ലിം പെൺകുട്ടികൾ അവരുടെ വിഭാഗത്തിലുള്ള ഗൈനക്കോളജിസ്റ്റുകളെ മാത്രമേ കാണാവൂ, അത് ആണുങ്ങളെ കാണാൻ പാടില്ല തുടങ്ങിയ പ്രചാരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ മലപ്പുറത്തെ പ്രദേശങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ 5ാമത്തെ പ്രസവമാണ് ഈ പെൺകുട്ടിക്ക്. 5ാമത്തെ പ്രസവത്തിലാണ് ഇത്തരം ചികിത്സ നൽകാതെ, അല്ലെങ്കിൽ ചികിത്സാ പിഴവ് മൂലം മരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അക്യുപഞ്ചർ ചികിത്സാ രീതി ഈ പ്രസവ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സകൾക്കൊക്കെ എത്രത്തോളം ഉതകുന്നതാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. സജിത്ത് പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പ് അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു രീതി തന്നെയാണിത്. അത് മാത്രമല്ല, ഇത്തരം ക്രിട്ടിക്കലായുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും അടുത്തിട്ടുള്ള, അതായത് വീട്ടിൽ വെച്ച് പ്രസവം നടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് തന്നെ പറയുമ്പോഴും മിഡ്വൈഫിനെ ഉപയോഗിച്ചിട്ടാണ് പലയിടങ്ങളിലും പ്രസവങ്ങൾ നടത്തുന്നത്, പ്രസവ ശുശ്രൂഷകൾ നടത്തുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ മതപരമായ ഇടപെടലുകൾ കാരണമാണോ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് ഇങ്ങനെയുള്ള, അത് പ്രത്യേകിച്ചും ഈ ഒരു പുതിയ ജനറേഷനുള്ള ആളുകൾ കൂടിയാണ് അവരൊക്കെ പോകുന്നത് എന്നുള്ള കാര്യവും വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. സജിത്ത്. യെസ്, ആജ്ഞ രവീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇക്കാര്യത്തിൽ മലപ്പുറത്ത് നിന്നും കൂടുതൽ വിശദീകരണം വരേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ചികിത്സ നൽകിയത്, ഇത് സംബന്ധിച്ച വിശദീകരണം കൂടി വരേണ്ടതുണ്ട്. കാരണം പ്രസവ വേദന വന്നപ്പോഴും ആശുപത്രി പോകാൻ തയ്യാറായില്ല എന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെ എന്നതടക്കിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം കൂടി ഇക്കാര്യത്തിൽ നടക്കേണ്ടി വരും.